സൈലത്തിലെ ഓരോ മക്കൾക്കും ഡെഡിക്കേറ്റഡ് പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ട്. എനിക്കൊക്കെ അത് കിട്ടിയത് എന്റെ ജിമ്മിലാണ്. സൈലത്തിലുണ്ട് പേഴ്സണൽ മെന്റർഷിപ്പ്. ഇനി എൻട്രൻസ് ഉറപ്പ്. ഞാൻ വോൾക്ക. നിങ്ങളിൽ പലർക്കും എന്നെ അറിയുമായിരിക്കും. JEE+1 ബാച്ചിന്റെ മെന്ററാണ്. എഞ്ചിനീയറിംഗ് ആസ്പിറന്റ് ആയിട്ടുള്ള JEE എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഹെറ്ററോജീനിയസ് സ്റ്റുഡൻസിന്റെ മെന്ററാണ്. സോ ഞാൻ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും പറയാറുള്ള കാര്യമാണ് ഹാപ്പി ആയിട്ട് പഠിക്കണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് സന്തോഷത്തോടു കൂടി പഠിക്കാം. ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്ത് ടൈം ടേബിൾ ആസ് ഫോളോ ചെയ്യാൻ പറയാറില്ലല്ലോ. അതിന് കാരണം എന്താ? നമ്മള് പേഴ്സണൽ മെന്ററിംഗ് ആണ്. അതായത് നിങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം. സോ അതനുസരിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുള്ളൂ. അതിന് കാരണം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ കട്ട് ആയിട്ട് പഠിക്കും. ഹായ്, ഞാൻ അപർണ. ഞാൻ സൈലത്തിലെ അക്കാഡമിക് മെന്ററാണ്. എന്റെ ശബ്ദം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. സ്റ്റുഡൻസിന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്തതിനു ശേഷം അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അതിന് മാമിന് ഒരു പങ്കുണ്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന സന്തോഷം അതെങ്ങനെ ഏത് വേർഡ്സിലാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് എനിക്കറിയാം. ഹായ്, ഐ എം സ്വാതി. സൈലത്തിന്റെ അക്കാഡമിക് മെന്ററാണ്. ഈ കോവിഡ് സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ടും പാരന്റിങ് കെയറും നമ്മൾ ഇത്രയും കാലം കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എന്റെ ഭാഗത്തുനിന്നും സൈലത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എന്റെ പേര് ശാഖ. ഞാൻ +1 നീറ്റ് ബാച്ചിന്റെ മെന്ററാണ്. നമ്മളെ ഇത്രയും വലിയ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ കോമ്പറ്റീഷനിൽ സൈലം പോലൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഒപ്പം നിന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ രൂപ, സൈലത്തിലെ അക്കാഡമിക് മെന്ററാണ്. നമ്മൾ ഒത്തിരി കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ദിവസവും. ഒരു സാധാരണ സ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു 50-60 കുട്ടികളെ മാത്രമേ ദിവസവും കാണേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞങ്ങൾ ഒരു ദിവസം 150-ലും അധികം കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴും ഓരോ കഥകൾ വളരെ ഡിഫറെന്റ് ആണ്. അപ്പോ നമുക്ക് എന്താ പറയാ, ഓരോ ദിവസം അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് നല്ലൊരു രസമുള്ള ഒരു ജോബാണ്. വുമൺ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു ജോബിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്റെ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഒരുമാതിരി അബ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുമാതിരി തളർന്ന രീതിയിലായിരുന്നു പല കുട്ടികളെ, അങ്ങനത്തെ സ്പെഷ്യൽ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു നമ്മുടെ MBBS എന്നുള്ള സ്വപ്നത്തിലേക്ക് അവരെ എത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കാരണം പഠിത്തത്തിൽ ഒരുപാട് മുന്നോട്ട് വരാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് ഞാൻ കാണുന്നത്. ഞാൻ വീട്ടിൽ 3 മാസമായി ഞാൻ സൈലം ഫാമിലിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് തീര 18 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻസിനെയാണ്. ജോയിൻ ചെയ്ത സമയത്ത് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 മാസം ആയതോടുകൂടി എല്ലാവരും എന്നോട് കമ്പനി ചെയ്യും. ഫാമിലി ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും നല്ല റെസ്പോൺസ് ആണ് തരുന്നത്. ഒരു മെന്റർ സ്റ്റുഡന്റ് ബാരിയർ ഇല്ലാതെ എല്ലാവരും അവരൊരു ഫാമിലി മെമ്പർ ആയിട്ടാണ് കാണുന്നത്. ഞാൻ അസ്ന, സൈലത്തിലെ അക്കാഡമിക് മെന്ററാണ്. എന്റെ D12-ലെ എല്ലാ കുട്ടികൾക്കും എന്നെ അറിയാം. ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എന്നെ നേരിട്ട് കാണുന്നത്. നമ്മൾ ഫോൺ ത്രൂ ഒരുപാട് ക്ലൂസ് ആണ് നമ്മൾ സംസാരിക്കാറുണ്ട്, ഡെയിലി സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിലായാലും ഇപ്പോൾ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സങ്കടമായാലും സന്തോഷമായാലും ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇനിയും ഞാൻ ഉണ്ടാവും. ഞാൻ ധീര ബാച്ചിന്റെ മെന്ററാണ്. ധീര 17 ബാച്ചിന്റെ മെന്ററാണ്. അപ്പൊ നമ്മളിപ്പോ നോക്കുന്നതാണെങ്കിൽ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് കുട്ടികളായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു ബോണ്ട് ഇമോഷണലി മെന്റലി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന സംഗതി. അപ്പൊ അത് കുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് സൈലം ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെയാണ് വിശ്വാസം. അത് കുട്ടികളിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഹായ് ഓൾ, ഞാൻ അഞ്ജുഷ. ഞാൻ നിങ്ങളുടെ മെന്ററാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്തവണ എക്സാം എഴുതാൻ പോകുന്ന എന്റെ ബാച്ചിലെ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. എല്ലാവിധ സപ്പോർട്ടും എന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഹായ്, ഞാൻ നിരുഷ, സൈലം ആപ്പിന്റെ അക്കാഡമിക് മെന്ററാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് ബൃന്ദ. ഞാൻ D15 ബാച്ചിലെ മെന്ററാണ്. എൻ്റെ മക്കളെ ഞാൻ മാക്സിമം മോട്ടിവേറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്തും കൂടെ നിൽക്കാറുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് ചന്ദന. ഞാൻ D16 ബാച്ചിലെ മെന്ററാണ്. നീറ്റ് റിപ്പീറ്റേഴ്സിന്റെ മെന്ററാണ്. അപ്പൊ എല്ലാവരും ഇത്തവണത്തെ നീറ്റിൽ നല്ല സ്കോർ വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്. ഞാൻ വന്ദന. ഞാൻ ജൂനിയർ സെക്ഷൻ മെന്ററാണ്. സൈലത്തിൽ തന്നെ ഏറ്റവും ചെറിയ മക്കളെ ഹാൻഡിൽ ചെയ്യുന്ന മെന്റേഴ്സിൽ ഒരാളാണ് ഞാൻ. സോ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ വേഗത്തിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവർക്കുള്ള ഹെൽപ്പ് ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ അജന്യ, +1 നീറ്റിന്റെ മെന്ററാണ്.
+1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ ഭയങ്കര സ്ട്രെസ്സിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും ആ ഒരു രീതിയിൽ നിന്നൊക്കെ അവരെ മെന്റലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഹായ് ഓൾ, എന്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ നീറ്റ് റിപ്പീറ്റർ D20 ബാച്ചിന്റെ മെന്ററാണ്. വരാൻ പോകുന്ന നീറ്റ് 2022 എഴുതാൻ പോകുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ്, ഞാൻ ആര്യ, സൈലത്തിലെ അക്കാദമിക് മെന്ററാണ്. ഒരു വലിയ എക്സാമിന് മുന്നിൽ കാണാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങള്. അപ്പൊ നിങ്ങളുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ പല സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും നിങ്ങളുടെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഇതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടായും ഒരു ചേച്ചിയായും ഒരു ടീച്ചറായും ഞാൻ ഉണ്ടാവും. എന്റെ പേര് സുമിന, ഞാൻ സൂപ്പർ കിങ്സിന്റെ മെന്ററാണ്. സോ ഈ വർഷം വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ എല്ലാവരും തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ്. ഹലോ, എന്റെ പേര് അനുഷ. ഞാൻ അക്കാദമിക് മെന്ററാണ്. നമ്മൾ ഡെയിലി ഒരുപാട് പേരുമായിട്ട് ഇന്ററാക്ഷൻ വരാറുണ്ട്, സ്റ്റുഡൻസുമായിട്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് ആയാലും അതുപോലെ അക്കാഡമിക്സ് ആയാലും എനിക്കറിയാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് എന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, ഇനി അങ്ങോട്ടും എന്റെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ഇത്തവണ നീറ്റ് എഴുതാൻ പോകുന്ന എന്റെ എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. എന്റെ പേര് നീതു, ഞാൻ അക്കാദമിക് മെന്ററാണ്. ഈ വർഷം നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ ഓൾ ദി ബെസ്റ്റ്. എന്റെ പേര് ദിവ്യ, ഞാൻ അക്കാഡമിക് മെന്ററാണ്. നമ്മുടെ ബാച്ചിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരെല്ലാവരെയും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും തുടർന്ന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. സോ ഈ ഇയർ എക്സാമിൽ നിന്ന് എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ്. ഹായ്, എന്റെ പേര് അശ്വതി, ഞാൻ അക്കാദമിക് മെന്ററാണ്. ധീര ബാച്ചിന്റെ മെന്ററാണ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ് ഡിയേഴ്സ്, എന്റെ പേര് മേഘ, നീറ്റ് റിപ്പീറ്റേഴ്സിന്റെ മെന്ററാണ്. ധീര ബാച്ച് D23യുടെ മെന്ററാണ്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും എന്റെ എല്ലാ അനിയത്തിമാർക്കും അനിയന്മാർക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഞാൻ സുധിഷ്ണ, നിങ്ങളുടെ മെന്ററാണ്. D26 ബാച്ചിന്റെ മെന്ററാണ്. നമ്മള് ജസ്റ്റ് ഫോൺ വഴി മാത്രമുള്ള കോണ്ടാക്ട് ആണ്. ആദ്യമായിട്ടാണ് മുന്നിൽ കാണുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വളരെ ഇഷ്ടമാണ്. ഞാൻ ടീച്ചിങ് ഫീൽഡ് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. സോ മക്കളെ എങ്ങനെ നല്ല റൂട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളത് എനിക്കിഷ്ടമാണ്. അതേപോലെ എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുട്ടികളുടെ പേഴ്സണൽ പ്രോബ്ലംസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനും കുറെ പേഴ്സണൽ പ്രോബ്ലംസ് വരുന്ന ആളായതുകൊണ്ട് അവരുടേത് എൻ്റെതും കൂടെ ആയിട്ട് കാണുകയും അതിനനുസരിച്ച് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. എല്ലാവരും കൂളായിട്ടിരിക്കുക. നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഹായ്, ഞാൻ ആതിര, D20യിലെ മെന്ററാണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാവും. നീറ്റ് ക്രാക്ക് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് ഇന്ദിര അമർ, ഞാൻ സൈലം അക്കാഡമിക് മെന്ററാണ്. നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഞാൻ ശോഭിത, സൈലത്തിലെ അക്കാദമിക് മെന്ററാണ്. സൂപ്പർ കിങ്സിന്റെ മെന്ററാണ്. അതായത് +2 ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീറ്റിനും കൂടി വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ മെന്ററാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതായ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഈ സമയത്തൊക്കെ അവരുടെ കൂടെ നിൽക്കാനും പറ്റുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഈ വരുന്ന 2022 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഞാൻ അരുണിമ, ഹൈബ്രിഡ് മെന്ററാണ്. നവംബർ 1-ാം തീയതി മുതലാണ് നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അന്ന് മുതൽ അവർ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് അവരെ പഠനത്തിൽ എഫക്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലൊക്കെ ഒരു താങ്ങായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. വീട്ടിലെ ഒരു കുഞ്ഞു പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ റൂമിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, അതൊക്കെ അവരുടെ പഠനത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നോ, അപ്പൊ അതെങ്ങനെയൊക്കെ ഫേസ് ചെയ്താൽ, അത് ഏതൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് കെയർ ചെയ്താൽ, അവരെ കൂടെ നിന്നാൽ എങ്ങനെയൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നടക്കാൻ ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞങ്ങളവിടെ കൂടെ അതിപ്പോ എല്ലാം രാവിലെ മുതൽ രാത്രി വരെ അവരുടെ കൂടെ താമസിക്കുന്നതും ഞങ്ങൾ അവരുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോഴും ഞങ്ങൾ അവരുടെ പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ സപ്പോർട്ടായി കൂടെ നിൽക്കുന്നുണ്ട്. എൻ്റെ പേര് അഞ്ജു, ഞാൻ സൈലത്തിലെ ഹൈബ്രിഡ് മെന്ററാണ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. എന്റെ പേര് കീർത്തന, ഞാൻ സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലെ അക്കാഡമിക് മെന്ററാണ്. നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ യാത്രയിലാണ് നമ്മളിപ്പോൾ. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ സൈലത്തിൽ എത്തിയിരിക്കുന്നത്. ആ യാത്രയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പ്രശ്നങ്ങളിലും ഈ നിമിഷം വരെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ഞാൻ ശിശിര, സൈലം ക്യാമ്പസിലെ അക്കാദമിക് മെന്ററാണ്. നമുക്കറിയാം, നമ്മളൊരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാച്ച് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സ്കൂൾ ലൈഫൊന്നും ഇല്ലാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരുന്ന മക്കളാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്കറിയാം, ആത്മവിശ്വാസമാണെങ്കിലും ധൈര്യമാണെങ്കിലും കനിവാണെങ്കിലും ഈ പറയുന്ന എല്ലാ വാല്യൂസും നമുക്ക് കിട്ടേണ്ടത് അതൊക്കെ ഒരു പഠനത്തിന്റെ തന്നെ ബൈ പ്രൊഡക്റ്റുകളാണ്. അത്തരത്തിലെ ഒരു രീതി തന്നെയാണ് സൈലം ഉദ്ദേശിക്കുന്നത്. നല്ല ആത്മവിശ്വാസമുള്ള, നല്ല ധൈര്യമുള്ള
നല്ല കനിവുള്ള, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നന്മയുള്ള നല്ല ഡോക്ടർമാരായിട്ടും നല്ല എഞ്ചിനീയർമാരായിട്ടും അവരെ വാർത്തെടുക്കുക, അവരെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളാണ്. അവരുടെ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ നല്ലൊരു മെൻറ്ററായിട്ട് നല്ല രീതിയിൽ അവരെ നമ്മൾ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നും അത് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന എല്ലാ മക്കൾക്കും നല്ല മിടുക്കികളുമായിട്ട് മാറാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാവിധ ഓൾ ദ ബെസ്റ്റ് നേരുന്നു. നന്ദി. ഞാൻ ഇസ്ക്ര, സൈലത്തിലെ ഹൈബ്രിഡ് മെൻറ്ററാണ്. നിരവധി സാഹചര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്, താങ്ങായും കരുത്തായും. ഇനിയും അതുണ്ടാവുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഞാൻ റിനു, സൈലത്തിലെ ഹൈബ്രിഡ് മെൻറ്ററാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലം വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ നമ്മുടെ കുട്ടികളുടെ പഠന രീതികളെല്ലാം മാറ്റിമറിച്ച് ഒരു ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് അവരെത്തിച്ചു. അവിടെ നിന്നും ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്ക് മുന്നിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഒരുപാട് സ്ട്രഗിൾസിലൂടെ അവർ കടന്നുപോയി. ആ സമയത്തെല്ലാം അവരെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് നിർത്താൻ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞാൻ അടക്കമുള്ള എല്ലാ മെന്റേഴ്സിനും സാധിച്ചിട്ടുണ്ട്. ഞാൻ മഞ്ജിമ, സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലെ അക്കാദമിക് മെന്ററാണ്. ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങളോടൊപ്പം വന്ന നിങ്ങളോടൊത്ത് ഇന്നും ഞങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മെന്ററായി, ടീച്ചറായി, ഒരു നല്ല സുഹൃത്തായി, വഴികാട്ടിയായി ഇനിയെന്നും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. എൻ്റെ പേര് നിഹാല, ഞാൻ സൈലം അക്കാദമിക് മെന്ററാണ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് ഐഷ, ഞാൻ സൈലം മെന്ററാണ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് അശ്വതി, ഞാനൊരു സൈലത്തിലെ അക്കാഡമിക് മെന്ററാണ്. ഞാൻ +2 ആൻഡ് ജൂനിയർ സെക്ഷനാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം എൻ്റെ മക്കളെല്ലാവരും ഇപ്പോൾ എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഹായ്, എൻ്റെ പേര് നാദിര, ഞാൻ സൈലത്തിലെ അക്കാഡമിക് മെന്ററാണ്. ഒരുപാട് കുട്ടികളുടെ എക്സ്പീരിയൻസ് ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നന്നായിട്ട് ടൈം യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ വർക്കാണ് നിങ്ങളുടെ മാർക്ക്. ഓൾ ദ ബെസ്റ്റ്. ഹായ് ഓൾ, എൻ്റെ പേര് ജംഷീറ, ഞാൻ സൈലം അക്കാദമിക് മെന്ററാണ്. അപ്പം നിങ്ങളുടെ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, എൻ്റെ പേര് നന്ദന, ഞാൻ അക്കാഡമിക് മെന്ററാണ്. ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് അർച്ചന, ഞാൻ ഇവിടുത്തെ അക്കാദമിക് മെന്ററാണ്. അപ്പോൾ ഈ വർഷം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. എൻ്റെ ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് സ്വാതി, ഞാനിവിടെ അക്കാദമിക് മെന്ററാണ്. ഈ വർഷം നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് ജ്യോതിക, ഞാനിവിടെ അക്കാദമിക് മെന്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. D27 ബാച്ചിലെ സ്റ്റുഡൻസിനെ അറിയായിരിക്കും, കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവും. ഈ വർഷം നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഞാൻ വിനീത, Xylem Learning ആപ്പിന്റെ മെന്റർ ചീഫാണ്. നിങ്ങളുടെ മെന്റേഴ്സ് പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സ്റ്റുഡൻസിനെ റിസൾട്ട്സിലേക്ക് നയിക്കുന്നത്. മെന്റേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ജോലി ഏറ്റെടുക്കുന്ന ദിവസം Xylem എന്നോട് പറഞ്ഞത്, ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്, മെന്റർഷിപ്പാണ് എന്നാണ്. ഞങ്ങളിലൂടെ, സ്ത്രീകളിലൂടെ മുന്നോട്ട് നോക്കുന്ന Xylem Learning ആപ്പ് എന്നത് തന്നെയാണ് ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ ഞങ്ങൾ നിങ്ങളെ കാണാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. സ്റ്റുഡൻസ്, കം, ലെറ്റ്സ് ലേൺ ടുഗദർ. നിങ്ങളുടെ മെന്റേഴ്സ് ഇവിടെ റെഡിയാണ്.